ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല രാജിവെക്കേണ്ടത്. ഇത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത, കോൺഗ്രസുകാർ ഉപേക്ഷിച്ച് അവരെ രാജിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസുകാർക്ക് വേണ്ടാത്തയാളെ കൊണ്ട് തള്ളുന്നതിനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ MLA ആയി, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി തുടരുന്നതിന് നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് അതിന് അനുവദനീയമല്ല. പക്ഷേ പാലക്കാടിന്റെ MLA ആയി തുടരാമെന്ന് പറയുന്നതിൽ അതിൽ നീതിയില്ല. 100% അദ്ദേഹം ധാർമ്മികമായി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ എന്തെങ്കിലും അദ്ദേഹം നീതി പുലർത്തുന്നുണ്ടെങ്കിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടിയുണ്ട്. ഇനി മനസ്സിലാക്കുന്ന 1-2 വസ്തുതയുണ്ട്. ഇവിടെ ഗർഭചിത്രം, സ്ത്രീയുടെ അനുമതിയില്ലാതെ ഗർഭചിത്രം നടത്തുന്നുണ്ടെങ്കിൽ അത് BNS സെക്ഷൻ 89 പ്രകാരം, അതായത് IPC സെക്ഷൻ 313, BNS സെക്ഷൻ 88, 89 പ്രകാരം സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തിക്കുന്നത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇത്തരത്തിലൊരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ പരാതിക്കാര് ഇല്ലാതെ തന്നെ, യാതൊരുവിധ പരാതിയും ഇല്ലാതെ FIR എടുക്കുവാനും കേസ് രജിസ്റ്റർ ചെയ്യുവാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം പോലീസിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെയായും ആ വിഷയത്തിൽ ഒരു FIR എടുക്കുവാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല. ഇന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പിതൃവാത്സല്യത്തോടു കൂടി അത് ക്ലിയർ ആക്കുന്നതിന് കോംപ്രമൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന്. ഇവിടെ ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പുമുറിയിലേക്ക് വിളിക്കുന്നതാണോ ഒരു പിതൃവാത്സല്യത്തോടു കൂടി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം? ഇവിടെ സ്ത്രീകളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തേണ്ടതിന് പകരം അദ്ദേഹത്തിനെ വരവേൽപ്പൊരുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അവിടെ സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ട പാലക്കാടിന്റെ MLAക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത് എന്ന് അവർ ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഇവിടെ പാതിരാത്രിയിലെ രാഹുൽ ചാറ്റർജിയുടെ പാതിരാ മെസ്സേജ് ലഭിക്കാത്ത ഒരേ ഒരാള് സോണിയാഗാന്ധി മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം പരാതികളാണ് ഓരോ മണിക്കൂറുകൾ കൂടുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം